ഹലോ ഓൾ, സ്റ്റെഫാനിയൻ പോഡ്കാസ്റ്റ് സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുംബ ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള സിൻ സുജ മാം ആണ്. ഹലോ മാം. ഹായ്. സുംബ എന്നുള്ള വേർഡ് ഈ ഇടയായിട്ട് നമുക്ക് പലർക്കും സുപരിചിതമായി വരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലാരിറ്റി അതിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് സുംബ എന്ന് മിസ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? മിസ് പറഞ്ഞ പോലെ തന്നെ സൂംബ എന്നുള്ള വാക്ക് നമ്മൾ ഈ ഇടയായിട്ട് അധികം കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്കൂളുകളിലൊക്കെ ആണെങ്കിലും സൂംബ ക്ലാസ്സുകൾ വേണമെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ പലർക്കും ഈ സൂംബ എന്നുള്ളത് എന്താന്ന് കറക്റ്റായിട്ടുള്ള അറിയില്ല. സൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോം ആണെന്നാണ് മിക്കവരുടെയും വിചാരം. പലരും യൂട്യൂബിലൊക്കെ നോക്കി അത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ സൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോർമാറ്റ് ആണ്. ഡാൻസിന്റെ കുറച്ച് മൂവ്മെന്റ്സ് നമ്മൾ എടുത്തിട്ട് അതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആയിട്ടാണ് പോകുന്നത്. അത് പലർക്കും അറിയില്ല. അതിനായത് സൂംബ എന്ന് പറയുന്നത് ഒരു സൂംബ കമ്പനി ഉണ്ട്. കമ്പനിയിൽ നമ്മൾ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അതായത് ഇപ്പം ഒരുപാട് ഫേക്ക് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതായത് ഡാൻസേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സൂംബ എന്നും പറഞ്ഞുകൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. ശരിക്കും അതങ്ങനെയല്ല. സൂംബ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അത് നമുക്ക് ലാറ്റിൻ അമേരിക്കയിലാണ് ഇത് ഫോം ചെയ്തത്. നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ അതുപോലെ പല സ്റ്റേറ്റുകളിലും പല സമയങ്ങളിലും നമുക്ക് ഒരു 6 മാസം 3 മാസം ഇളവിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്ത് സാധാരണ ഫിറ്റ്നസ് പോലെ തന്നെ നമ്മളെ ട്രെയിനേഴ്സ് അതിന്റെ ലൈസൻസ് എടുത്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പൊ ഒരാൾക്ക് താല്പര്യമുണ്ട് സുംബ ഇൻസ്ട്രക്ടർ ആയിട്ട് ജോയിൻ ചെയ്യണം, ഈ കമ്പനി നമ്മൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ www.zumba.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് താല്പര്യമുണ്ടോ അതിൽ നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ട്രെയിനർ അവര് ലൈസൻസി ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സുംബ എന്താ സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അയാൾ ലൈസൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫഷണൽ നെയിമാണ് നമ്മുടെ പേരിന് മുന്നിൽ സിൻ ഉള്ളത്. ഈ സിൻ എന്ന് പറഞ്ഞാൽ സൂംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് എന്നാണ്. സുംബ എന്തിനാണ് ആൾക്കാർ ചെയ്യേണ്ടത്? സൂംബ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള മാത്രമല്ല, മെന്റൽ ഹെൽത്ത് കൂടിയാണ് അതിൽ കൂടെ. കാരണം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് സ്ട്രെസ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കും. ഇപ്പം കുട്ടികളെ വരെ ഉണ്ട് പലതരത്തിലെന്ന് വെച്ചാൽ പേരൻസിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിലെ പല പല പ്രശ്നങ്ങൾ പല രീതിയിലും കുട്ടികൾ വരെ സ്ട്രെസ് ഭയങ്കരമായിട്ടും അനുഭവിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഈ സൂംബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും ഒന്നും ഇഷ്ടമില്ലാത്ത ആരിന് ചിലപ്പോൾ നമ്മള് വല്ലാത്തൊരു മൂഡിൽ ഇരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു സോങ് കേൾക്കുമ്പോൾ വരെ നമ്മൾ ആ മൂഡ് മാറുന്നുണ്ട്. മാമിന്റെ ബേസ് എവിടെയാണ്? മാമിന്റെ ക്ലാസ്സസ് എവിടെയൊക്കെയാണ് ഒന്ന് പറയാമോ? എന്റെ ക്ലാസ് നമുക്ക് സ്വന്തമായിട്ടൊരു ഫാം ഉണ്ട് കൂത്താട്ടോളം രാമപുരത്ത്. ലീവ് ഫിറ്റ് എന്നാണ് പേര്. പിന്നെ ഈ പറഞ്ഞ പോലെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാലാ ജനറൽ ഹോസ്പിറ്റലിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒഴിവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ മാം പറഞ്ഞ പോലെ ഇവിടെ എല്ലാ ആഴ്ചയും 3 ദിവസം ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവിടെ സുംബയ്ക്ക് ജോയിൻ ചെയ്യാം. മാമിന്റെ സുംബ ട്രാവൽ തുടങ്ങിയത് മുതൽ ഇപ്പൊ വരെയുള്ള മാമിന്റെ ജീവിതത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തില് പാട്ടിനോടും ഡാൻസിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടൊന്നും, ഞാൻ ഇടയ്ക്ക് റീലൊക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട് റീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, ബേസിക് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സിനിമകളിലൊക്കെ കണ്ട് സ്കൂളുകളിൽ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിന് കല്യാണം കഴിഞ്ഞു. എല്ലാരെ പോലെ ഒരു ബേബി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഓവർ ഫാറ്റുമായി. എല്ലാരെ പോലെ പുറത്തിറങ്ങാനും ചമ്മല, അതേപോലെ നല്ലൊരു എനിക്ക് ഒരു 5 അടി പൊക്കമുള്ള ആളാണ്. ആൾക്ക് ഒരു 88 കിലോയോളം വന്നു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ. വലിയ ദുഃഖത്തിലാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പുറത്തിറങ്ങാൻ മടി, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി, അതുപോലെ കാണുന്നവരൊക്കെ കളിയാക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ സാധാരണ എടുക്കാറുള്ള പോലെ നമ്മൾക്ക് ഒരു വണ്ണം കൂടിയുന്ന ഒരു ബോധം തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. എനിക്കതും പറ്റത്തില്ലായിരുന്നു. ഇപ്പം ബേബി ഉണ്ടായി ഒരു 6 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മളൊരു കോൺഫിഡൻസ് പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡയറ്റ് എടുക്കുക. നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 കിലോ കുറയും. നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തുമില്ല, അത് ബോഡിക്ക് നല്ലതുമല്ല. അങ്ങനെ ഞങ്ങളുടെ 10th റീയൂണിയന്
എല്ലാവരും ഒക്കെ ആയിട്ട് പോയി. അപ്പം ഫ്രണ്ട്സ് ഒക്കെ എന്നെ തീരെ വണ്ണം കുറഞ്ഞ് കണ്ടവരായതുകൊണ്ട് എല്ലാവരോടും കളിയാക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഏത് റേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് വരെയുള്ളൊരു അപ്പത്തേനും ഒരു ഭയങ്കരമായിട്ടും കോംപ്ലക്സ് ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയും വണ്ണം കുറയ്ക്കണം. അപ്പോഴാണ് ഞാൻ ഈ സൂംബയെ കുറിച്ച് കേട്ടത്. അപ്പം നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊന്നും ആയിട്ടില്ല. എറണാകുളം പോലെ സിറ്റികളിൽ മാത്രമേ സൂംബയുള്ളൂ. അപ്പൊ നമ്മുടെ നാടിനടുത്ത് ഇങ്ങനെ ഒരു സൂംബ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഡാൻസിനോട് ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് എന്തുകൊണ്ടായിക്കൂടാന്ന് ഓർത്ത് ജസ്റ്റ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കുഴപ്പമില്ല, 1-2 ദിവസമൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ട്രാക്കിലോട്ട് വന്ന് ഏകദേശം 1 മാസത്തോ കൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ലോസ് വന്നു തുടങ്ങി. 86 സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഒരു 3 months കൊണ്ട് 79 വന്നു. അടിപൊളി. പക്ഷെ ബേബി ഫീഡിങ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡയറ്റ് ഒന്നും പറ്റില്ല. എന്നാലും നമ്മൾ ഷുഗർ എല്ലാം കട്ട് ചെയ്ത് ആ രീതിയിൽ ഡയറ്റ് അങ്ങ് തുടങ്ങി. അപ്പൊ 3 മാസം കൊണ്ട് തന്നെ ആ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സാറായിരുന്നു അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. സാറ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ ക്ലാസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് റിസൾട്ടും ആയി. കുറെ പേരും ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഇതങ്ങ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് സൂജ ഇങ്ങനെ ലൈസൻസ് ആയിക്കൂടാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മോട്ടിവേഷനിൽ പോയി ഞാൻ ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ലൈസൻസ് എടുത്തു. ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഞാനും സുജ മാമിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടക്കുന്ന സുംബ ക്ലാസ്സിൽ സുജ മാം ആണ് ഞങ്ങളുടെ ട്രെയിനർ. ഞാനും മിസ്സിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഈ ഒരു ട്രാവലില് എനിക്കുണ്ടായ മാറ്റങ്ങൾ ശരിക്കും പറയാം. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാനോ, ശരിക്കും പറഞ്ഞ ഒരു പട്ടിയിട്ട് ഓടിച്ചാൽ ഓടാൻ പോലുള്ള അവസ്ഥയായിരുന്നു അന്ന്. അപ്പൊ എനിക്കുണ്ടായ മാറ്റങ്ങൾ ആ ഒരു വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്കുണ്ടായ മാറ്റങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കാം. അപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും വരുമ്പം എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ട് തന്നെയാണ് മിക്കവരും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂലേ, നോക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് എടുത്താൽ മാറ്റാൻ പറ്റൂലേ. ഏകദേശം 6 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഒരുപാട് ക്ലയൻസ് ഇപ്പം എനിക്കുണ്ട്. അത് വെറും 4 പേരിൽ ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനം ഇപ്പം 60-62 പേരോളം ഉണ്ട്. അതും നന്നായിട്ട് എന്താ നമുക്ക് എപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല ഒരു വർക്കൗട്ട്. എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചിലരോടൊക്കെ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തിനാ, എനിക്ക് വീട്ടുപണി ഉണ്ട്. ഇവ ഞാനാണേലും എന്റെ അനുഭവം ഞാൻ പലരോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് എനിക്ക് ഓൾറെഡി വണ്ണം ഇല്ല. ഇപ്പൊ ഇവിടെ കോളേജിൽ തന്നെ സ്റ്റുഡൻസിന് പലരും പറയുന്ന ഒരു അഭിപ്രായം, ഞങ്ങൾക്ക് ഓൾറെഡി വണ്ണം ഇല്ല മിസ്സേ, സുംബ കളിച്ചാൽ ഞങ്ങൾ ഇനി ഒത്തിരി ക്ഷീണിച്ചു പോകും, പിന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാ പറയുന്നത്. അത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിലും അല്ലെ ഓരോരുത്തരോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ, എനിക്ക് വണ്ണം ഇല്ലല്ലോ, അതിന് മാത്രമല്ല വീട്ടിലും ജോലികളുണ്ട്. പക്ഷെ അതല്ല, പക്ഷെ ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ വണ്ണമുള്ളവരും വണ്ണം ഇല്ലാത്തവരും ഉണ്ട്. കാരണം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല വർക്കൗട്ട്. നമുക്കിപ്പം പണ്ടത്തെക്കാളും കൂടുതലുണ്ട് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാണ് ചെയ്യുന്ന ബോഡിയിൽ. ആ സർക്കുലേഷൻ തന്നെ നന്നായിട്ട് നടക്കുന്ന തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ മാറി നിൽക്കും. എനിക്ക് 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട്. റിട്ടയർഡ് ടീച്ചറാണ്. സത്യം പറഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുനിന്ന് വീട്ടിൽ വെറുതെ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയി പോവണ്ടെന്ന് ഓർത്ത് സൂംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്താണ്. ആള് ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു. ആളിപ്പോൾ 5 വർഷം ആയിട്ട് അത് ജോയിൻ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആള് ടാബ്ലറ്റ് നിർത്തി. ഭയങ്കര ചേഞ്ച് ആണല്ലോ. എന്നുവെച്ചാൽ അവര് ഷുഗർ ലെവൽ താന്നു. അതായത് ഇപ്പൊ ടാബ്ലറ്റ് എടുക്കണ്ട. ആളിപ്പം ഈ 5 വർഷമായിട്ടും ഒരു ക്ലാസ് പോലും എന്തെങ്കിലും വീട്ടിലെ എന്തെങ്കിലും കസിൻസ് എന്തെങ്കിലും വന്നാലും മാക്സിമം എത്താൻ പറ്റുമെങ്കിൽ ആളെത്തും. അത് ശരിക്കും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ കെമിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. അത് പെയിൻ കില്ലർ ആണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിൽ വരുന്നവര് എനിക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ വേദനയാട്ടോ എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ വർക്കൗട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറെ ജോയിന്റ് പെയിനുകളൊക്കെ മാറ്റം വരും. സാധാരണ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബോഡി പെയിനും ജോയിന്റ് ബോഡി പെയിൻ വരും. അത് ബോഡി പെയിൻ വരുന്ന വെച്ചാൽ നമുക്ക് മസിൽ പെയിൻ വരും. നമ്മൾ ചെയ്യാതിരുന്ന ഒരു ബോഡി വർക്കൗട്ട് എടുക്കുമ്പോഴത്തേനും നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവും. അതല്ലാതെ ശരിക്കും ടാബ്ലറ്റ് എടുക്കുന്നവർ വരെ ഉണ്ട്, സ്റ്റിറോയിഡ് എടുക്കുന്നവരുണ്ട്. വേദന സഹിക്കാൻ മേലാതെ സ്റ്റിറോയിഡ് എടുക്കുന്നവർ വരെ നമ്മളോട് വന്ന് പറയുന്നുണ്ട് അവർക്കിപ്പം വേദന പൂർണ്ണമായും കുറഞ്ഞെന്നല്ല, പക്ഷെ അവർക്ക് സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരുന്നില്ല, സഹിക്കാൻ പറ്റുന്ന വേദനയാന്നുള്ളത്. അതൊക്കെ തന്നെ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല പല ഉപയോഗങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ട്. സൂംബയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലേഡീസ് കൂടുതലും ജിമ്മൊന്നും
ഇച്ചിരി വേദനയൊക്കെ സഹിക്കണല്ലോ. അപ്പൊ ജിമ്മിൽ പോവാനല്ലേ ഒരു ഇതിൽ പോയി ജോയിൻ ചെയ്യും. 1 മാസം കഴിയുമ്പോൾ നിർത്തും. അപ്പൊ അങ്ങനെ ഒരു മടിയുള്ളവർക്കും പറ്റിയൊരു ഇതാണ് സൂംബ. പാട്ടും ഡാൻസും ആയിട്ട് 1 hour ഒരു വർക്കൗട്ട് ഫീൽ ഉണ്ടാവില്ല. വേറൊരു വിദ്യാധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ളതെന്ന് പറഞ്ഞാൽ സുംബ പോലത്തെ ഡാൻസ് പ്രോഗ്രാംസിന് ലേഡീസിനാണ് കുറച്ചുകൂടെ പറ്റുന്നത്, മെൻ അതിന് യോജിച്ച ആൾക്കാരല്ല എന്നൊരു വിദ്യാധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ മിസ്സിന് പറയാ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് നമ്മുടെ ഫാമിലി 3 ബാച്ചാ പോകുന്നത്. അതിൽ 2 ലേഡീസ് ബാച്ചും 1 മിക്സഡ് ബാച്ചും ആണ്. ആ മിക്സഡ് ബാച്ചിലും ജെൻസ് ഉണ്ട്. അപ്പം സാധാരണ ഇതൊരു ഡാൻസ് ഒക്കെ ആണെന്നാണല്ലോ എല്ലാവരുടെ, അപ്പം മിക്കവർക്കും അത് വഴങ്ങത്തില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ അവർ ജോയിൻ ചെയ്ത് ഒരു 2 ആഴ്ച ക്ലാസ്സിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്തു പോകും. കാരണം എനിക്കും ഉണ്ട് മെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരും പക്ഷെ ഇത് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, ഒരു മൂവ്മെന്റ്സ് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ ഒരു 2 ആഴ്ച നമ്മളെ ക്ലാസ്സിലൊന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഒരു സെഷനിൽ കൂടെ സുംബ എന്താണെന്നും സുംബയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സുജ മാമിന് താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് അടുത്ത പോഡ്കാസ്റ്റ് സീരീസുമായിട്ട് കാണാം. ബൈ.